അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അർ റഹ്മാൻ, പരമകാരുണ്യകൻ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു ഇസ്മ. അള്ളാഹു എന്ന നാമത്തെ പോലെ തന്നെ അർ റഹ്മാൻ എന്ന ഈയൊരു നാമവും അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഇസ്മാണ്. ആ പേര് മറ്റൊന്നിനും നൽകാൻ പാടില്ല. ഖുർആൻ സൂറ അൽ ഇസ്രായിലെ 110 ആയത്തിൽ അള്ളാഹ് പറയുന്നു, ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഏതു തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാവുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ പേരുകൾ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, തീർച്ചയായും അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അവനല്ലാത്തവർക്ക് പേര് വെക്കപ്പെടുന്നവയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അവനല്ലാത്തവർക്ക് പേര് വെക്കപ്പെടാത്തവയുമുണ്ട്. ഏതുപോലെ അർ റഹ്മാൻ, അള്ളാഹു, അൽ ഖാലിഖ്, അർ റാസിഖ് തുടങ്ങിയ പേരുകൾ പോലെ. അർ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഇസ്മ അതിവിശാലമായ അർത്ഥത്തെയാണ് കുറിക്കുന്നത്. പടച്ചതമ്പുരാൻ വസ്തുക്കളെ സൃഷ്ടിക്കുകയും അവർക്കുള്ള ഉപജീവനം വിശാലമാക്കുകയും മുഴുവൻ സൃഷ്ടികളോടും കരുണ ചെയ്യുകയും ചെയ്ത റബ്ബ് എന്നർത്ഥത്തിലാണ് അർ റഹ്മാൻ എന്ന വാക്ക് വരുന്നത്. വിശുദ്ധ ഖുർആൻ അൽ അഹ്റാഫിൽ 156 ആയത്തിൽ പറയുന്നു, വറഹ്മത്തി വസഅത് കുല്ല ഷൈഇൻ. എൻ്റെ കാരുണ്യമാകട്ടെ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കാരുണ്യം അള്ളാഹുവിനെ വഴിപെടുന്നവർക്കും അള്ളാഹുവിനെ വഴിപെടാത്തവർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും ഏതുപോലെ രാവും പകലും കിട്ടുന്നത് പോലെ, ഭക്ഷണം ലഭിക്കുന്ന പോലെ, പാനീയം ലഭിക്കുന്ന പോലെ, വസ്ത്രവും പാർപ്പിടവും ലഭിക്കുന്ന പോലെ, ആകാശലോകത്ത് നിന്ന് മഴ ലഭിക്കുന്നത് പോലെ, ഇതൊന്നും വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് വേർതിരിച്ച് കൊടുക്കുന്ന ഒരു കാര്യമല്ല, മൊത്തത്തിൽ എല്ലാവർക്കും നൽകുന്ന ഒരു കാരുണ്യമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം അതെല്ലാവർക്കും കിട്ടില്ല. അത് ലഭിക്കുന്നത് അവനിൽ യഥാവിധം വിശ്വസിച്ച പുണ്യകർമ്മം ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേകമായ കാരുണ്യമാണ്. ആ കാരുണ്യം എന്ന് പറയുന്നത് അത് പുണ്യം ചെയ്യാനുള്ള തൗഫീഖാണ്. അതേ പ്രകാരം നന്മയിലേക്ക് വഴി കാണിച്ചു കൊടുക്കലാണ്. വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് കൊടുക്കലാണ്. ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കലാണ്. പാരത്രിക വിജയവും മോക്ഷവും തുടങ്ങിയ ഈമാനികമായ കാരുണ്യമാണ്. അതെല്ലാവർക്കും കൊടുക്കുന്നതല്ല, മറിച്ച് നാം ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായ വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന കാരുണ്യമാണ്. ഒപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സത്യവിശ്വാസികൾക്ക് കൊടുക്കുമെന്ന് ഖുർആനും ഹദീസിലും പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം, അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് പടച്ചവൻ്റെ അതിവിശാലമായ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, നമ്മുടെ കർമ്മങ്ങളുടെ ആ ഒരു ബാഹുല്യം അനുസരിച്ചിട്ടോ അതിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടല്ല പടച്ചവൻ സ്വർഗം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു, ഖാലല്ലാഹു തബാറക തആല ലിൽ ജന്നത്തി അൻതി റഹ്മത്തി അർഹമു ബിക്കി മൻ അശാഉ മിൻ ഇബാദി. അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞു, നീ എൻ്റെ കാരുണ്യമാണ്, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ദാസന്മാരോട് ഞാൻ കരുണ കാണിക്കും. അതേപ്രകാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കേണ്ടായി, ലൻ യുദ്ഖില അഹദം മിൻകും അമലുഹു അൽ ജന്ന. നിങ്ങളിൽ ഒരാളെയും തൻ്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കർമ്മങ്ങൾ മാത്രമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഖാലു വലാ അൻത യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളും അങ്ങനെ തന്നെയാണോ? ഖാല, വിശ്വാസം പറഞ്ഞു,
വലാ അന ഇല്ലാ അൻ യതഅമ്മദിനി അല്ലാഹു മിൻഹു ബിഫളിൻ വറഹ്മ. എൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെയും പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഈ ഒരു നാമം നമ്മൾ പഠിക്കുമ്പോൾ പടച്ചവൻ തൻ്റെ പടപ്പുകളോട് എത്രമാത്രം കാരുണ്യവാനാണ്, എത്രമാത്രം റഹ്മത്ത് ചൊരിയുന്നവനാണ്, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എമ്പാടും കൊടുക്കുന്ന അതിവിശാലമായ കാരുണ്യമാണ് പടച്ചവൻ്റെ അടുക്കലുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രത്യേകമായ കാരുണ്യം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഈമാൻ മുറുകെ പിടിക്കുക, തഖ്വ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക, പാരത്രികമായ വിജയത്തിനാവശ്യമായിട്ടുള്ള ഇബാദത്തുകളിൽ അമലുസ്വാലിഹാത്തുകളിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. ഒപ്പം ഈ റമദാനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർവാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവരോട് കരുണവാരിധിയായവൻ കരുണ കാണിക്കും. അപ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം നമുക്കെല്ലാവർക്കും ലഭിക്കും. ആ ഒരു രീതിയിൽ ജീവിക്കാനും കാര്യങ്ങൾ പഠിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.